വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, മഹത് വ്യക്തികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. കാരണം അരീക്കോട്, ഞാൻ എൻ്റെ സബ് ഡിവിഷനായ കൊണ്ടോട്ടി സബ് ഡിവിഷനിൽ ഇത് ഏറ്റവും വലിയ ഒരു ചടങ്ങായിട്ടാണ് എനിക്കിതും തോന്നുന്നത്. അരീക്കോടിൻ്റെ ആരോഗ്യ കൂട്ടായ്മ എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച ഈ ചടങ്ങ് എൻ്റെ സബ് ഡിവിഷനിൽ നടന്ന ഈ ലഹരി വിരുദ്ധത്തിനെതിരായി നടന്ന ഏറ്റവും വലിയ ചടങ്ങ് മനസ്സിൽ നിറയുകയാണ്. കാരണം നമ്മൾ വലിയൊരു സ്വാതന്ത്ര്യ സമരം തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടം. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി, പട്ടിണി മാറ്റുന്നതിന് വേണ്ടി പോരാടി. പക്ഷേ ഇപ്പോൾ നമ്മൾ പോരാടുന്നത് നമ്മുടെ യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന മഹാവിപത്തിനെതിരായാണ്. കാരണം ഞങ്ങൾ പോലീസുകാർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിനെ എങ്ങനെ വേരോടെ പിഴുത് മാറ്റാം എന്നുള്ളതാണ്. പോലീസിന് മാത്രം മുൻകൈയെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല, ഒരു യുദ്ധമല്ല. നിങ്ങളൊക്കെ ഒരു യോദ്ധാവായി ഞങ്ങളുടെ വന്ന് നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടിയേ പറ്റൂ. ഒരു ഉദാഹരണം പറയുക, നമ്മൾ അരീക്കോട് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ലഹരി വേട്ടയാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളത്. എൻ്റെ സഹപ്രവർത്തനായ സിജിത്തും അതേപോലെ കാരണം എൻ്റെ എന്ന് പറയാൻ കാരണം ഈ അരീക്കോട് ഞാൻ ജോലി ചെയ്തതാണ്. ഞാൻ അത്രയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം ഞാൻ ബന്ധപ്പെടുന്ന പല വ്യക്തികളും എനിക്ക് അത്രയും സ്നേഹമുള്ള, എവിടെ പോയാലും ജോലിയുടെ ഭാഗമായി പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെയുള്ളത്. നമുക്ക് ഒറ്റക്കെട്ടായി നമുക്കിതിനെ പോരാടിയേ പറ്റൂ. ഇപ്പം നമ്മൾ മയക്കുമരുന്നിൻ്റെ വേട്ടയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള, അതായത് ഉഗാണ്ടക്കാരിയായ യുവതിയാണ് ഇപ്പം ഇന്നലെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൊണ്ടുവന്നതിന് ശേഷവും നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. ഒന്ന്, ഭാഷ ഭയങ്കര പ്രയാസപ്പെട്ടു. ആ സ്ത്രീ എന്നോട് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. പിന്നെ ആ സ്ത്രീ വളരെ വയലൻ്റാണ്. നിങ്ങൾ ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാകാം, ഇവിടെ വന്നു ഭയങ്കര പ്രയാസം പോലീസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം റിമാൻഡിലാണ്. സാമ്പത്തിക ഇടപാട് പോലും ലോകത്തുള്ള പല ഭാഗങ്ങളിലുള്ള ഈ മയക്കുമരുന്ന് ലോബികളുമായിട്ടാണ് ഈ വ്യക്തികളൊക്കെ നടത്തിയിരിക്കുന്നത്. ഈ ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്ന കേസ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കേസാണ്. കാരണം 5 പ്രതികളാണ് ഇപ്പം കിടക്കുന്നത് ജയിലിൽ. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ നമുക്കിതിൽ നിന്ന് മോചനം കിട്ടുകയുള്ളൂ. നമുക്ക് ഒറ്റക്കെട്ടായി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റക്കെട്ടായി ആരോഗ്യ കൂട്ടായ്മ നടത്തിയ പോലത്തുള്ള എല്ലാ പ്രവർത്തനവും സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് എത്തിച്ചേർന്ന് ഇതിനെതിരായി നമുക്ക് ഒറ്റക്കെട്ടായി യോദ്ധാക്കളായി പോരാടി ഈ വിപത്തിനെതിരെ നമുക്ക് വിജയം നേടാൻ സാധിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടു കൂടി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചാൽ കഴിഞ്ഞു. എൻ്റെ മക്കളുടെ അവസാനത്തിൽ നമസ്കാരം ചെയ്യും.